കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ലോകമെങ്ങും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ട് യേശു കർത്താവിലൂടെയുള്ള വലിയ അനുഗ്രഹങ്ങൾ, സമാധാനം, വിടുതൽ, സൗഖ്യമൊക്കെ പ്രാപിക്കുന്നവർ ഞങ്ങളെ വിളിച്ച് ഓരോ സാക്ഷ്യം പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ഇന്നെനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നോടൊപ്പം റജി ബ്രദറും കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് ഒന്നിച്ച് നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റിയത് വലിയൊരു സന്തോഷമാണ്. ഞങ്ങളിങ്ങനെ ഒന്നിച്ചു കൂടിയപ്പോൾ ഞാൻ റജി ബ്രദറുമായിട്ട് പറഞ്ഞു, എന്തുവാ ഇന്ന് നമുക്ക് എല്ലാവരോടും പറയേണ്ടത് കുറച്ച് സിമ്പിളായിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ ആവശ്യമായൊരു കാര്യമാണ് എങ്ങനെ നമുക്ക് വിശ്വസിക്കാം, വിശ്വസിച്ച് എങ്ങനെ കാര്യങ്ങൾ പ്രാപിക്കാം. അത് എല്ലാ വിശ്വാസികൾക്കും വളരെ ആവശ്യമുള്ളൊരു കാര്യം, ഇഷ്ടമുള്ളൊരു കാര്യം. ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈ കർത്താവിൽ വന്ന സമയത്ത് ഈ വിശ്വസിച്ച് അവർക്ക് അത് കിട്ടി ഇത് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇത് നടക്കുന്ന കേസാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. റജി ബ്രദറിനും അങ്ങനെയൊക്കെ അല്ലേ? തീർച്ചയായിട്ടും പലപ്പോഴും ആദ്യമൊക്കെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, വിശ്വസിച്ചാൽ എങ്ങനെയാണ്, ഈ പലപ്പോഴും സാമ്പത്തികമായ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പം ഷീനായിക്ക് വലിയൊരു സൗഖ്യമൊക്കെ കിട്ടി, ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് പ്രവർത്തിച്ച അതൊക്കെ മനസ്സിലായി. പക്ഷേ മുമ്പോട്ട് വന്നപ്പം വിശ്വസിച്ചാൽ എങ്ങനെയാണ് കടഭാരം മാറുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും ഉള്ളി വന്നിട്ടുണ്ട്. ഈ നമ്മൾ കേൾക്കുന്ന മുഴുവൻ വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും അല്ലേ? അപ്പം ഇതെങ്ങനെയാ, വിശ്വസിച്ചാൽ എങ്ങനെയാണ് സാമ്പത്തിക വിടുതൽ നടക്കുന്നത്, അങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തകൾ ഉള്ളി. റജി ബ്രദറിനെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ വചനങ്ങൾ കേട്ട് റജി ബ്രദർ വലിയ പ്രശ്നത്തിനായിരുന്നപ്പോൾ ഈ വിശ്വസിച്ചപ്പോൾ നടന്ന, ഇപ്പോൾ ഈ റജി ബ്രദറിന് ഏറ്റവും വലിയ പ്രോബ്ലം ആയിരുന്നല്ലോ ഈ സാമ്പത്തികമായി അല്ലേ? 69 ചെക്ക് കേസ്, അതിനകത്ത് 25 അറസ്റ്റ്. അപ്പോൾ അതിലൂടെ ഒക്കെ കടന്ന് വെളി വരാൻ വിശ്വാസത്താൽ നിന്നോ അല്ലെങ്കിൽ വിശ്വസിച്ചതിൻ്റെ, ഇപ്പോൾ രക്തസ്രവക്കാരി സ്ത്രീ, ഞാൻ യേശുവിൻ്റെ അടുക്കൽ പോവും, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടും, എനിക്ക് സൗഖ്യം വരും. കാരണം 12 വർഷമായിട്ട് ആ സ്ത്രീക്ക് ബ്ലീഡിങ്, ഡോക്ടർമാർ മുഴുവൻ കൈവിട്ടു, എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ വചനം കേട്ടപ്പം അവക്ക് യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടത് ചിലപ്പോൾ ഹീലിംഗിന്റെ വാർത്തയായിരിക്കാം കേട്ടത്, ഒരാളെ വിടുവിച്ച വാർത്തയായിരിക്കും, എന്തെങ്കിലുമൊക്കെ അവൾ കേട്ട് കാണും. ചുറ്റുപാടുള്ള അവൾക്കറിയാവുന്ന ഒത്തിരി പേര് സൗഖ്യമായി. അപ്പോൾ അവളുടെ ഉള്ളിൽ വിശ്വാസം ഡെവലപ്പായി. എന്നിട്ട് അവൾ തന്നെ പറയുക, ഞാൻ പോകും, തൊടും, എനിക്ക് സൗഖ്യം വരും. അതുപോലെ റജി ബ്രദറിന് ആദ്യകാലത്ത് ആ വിടുതലിലേക്ക് വരാൻ ഒരു വിശ്വാസം ഉണ്ടായ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും തോമസ്, എനിക്ക് പിന്നീട് മനസ്സിലായ ഒരു കാര്യം, വിശ്വാസം വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മറ മാറുന്നത് പോലെ, ദൈവവചനമൊക്കെ കേട്ടപ്പോൾ ഒരു ലൈറ്റ് അടിക്കുന്ന പോലെ പലപ്പോഴും വിശ്വാസം വരികയായിരുന്നു. ഷിനായിക്ക് കിട്ടിയ സൗഖ്യമാണ് എന്നെ വാസ്തവത്തിൽ ഇങ്ങനെയൊരു കർത്താവ് ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതോടുകൂടെ ദൈവവചനമൊക്കെ കേൾക്കുകയും തങ് ബ്രദർ എന്നൊക്കെ ആദ്യകാലത്തൊക്കെ സ്റ്റെപ്പുകളൊക്കെ വെക്കാൻ പറയുമ്പം വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കാനും, പലപ്പോഴും ദൈവവചനമൊക്കെ കേട്ട് ചാർജ്ഡായി അങ്ങോട്ട് പോകുമ്പം ഏറ്റവും വലിയൊരു പ്രതികൂലത്തിൻ്റെ വാക്കായിരിക്കും കേൾക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഇന്ന് കേട്ട വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും. ആ കേട്ട വചനം ഈ വലിയൊരു പ്രതികൂലം നിൽക്കുമ്പോഴും ആ കേട്ട വചനം അതിൻ്റെ ശക്തി വെളിപ്പെടാൻ ആ വിഷയത്തിൽ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തോമസ്, ഈ വിശ്വാസം രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് വന്ന വിശ്വാസം നമ്മുടെ ഭയത്തെ കെടുത്തി കളയുകയും അതുപോലെ തന്നെ തിരിച്ചും ഭയം വിശ്വാസത്തെ കെടുത്തി കളയുകയും ചെയ്യും. ഫെയ്ത്തും ഫിയറും രണ്ടും എഫാ. അതെ. കർത്താവ് ഒരിക്കൽ പത്രോസിനോട് നീ ഭയപ്പെടാതെ വിശ്വസിക്കാന്ന് പറഞ്ഞു. അതെ. വേടത്ത് പറഞ്ഞ് ഈ വെള്ളത്തിൽ നടന്നിട്ട് മുങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അല്പവിശ്വാസിയെ നീ എന്തിന് ഭയപ്പെട്ടു പോയിട്ടു. അപ്പം ഫിയറും ഫെയ്ത്തും ഓപ്പോസിറ്റാണ്. അപ്പം നമ്മളുടെ ഒരു തീരുമാനമായിരിക്കണം, ഐ വിൽ നോട്ട് ഫിയർ, ഞാൻ ഭയപ്പെടത്തില്ല. എനിക്ക് പേടി വരുന്നതെന്ന് ഓരോരുത്തർ വരും.
പേടി വരുന്ന പോലെ തന്നെ അപ്പുറത്തൂടെ വിശ്വാസം വരുന്നുണ്ട്. അതാ തീർച്ചയായിട്ടും. ഐ ഹാവ് ടു ചൂസ്. അപ്പോൾ നമ്മുടെ ചോയ്സാണ് ഭയവും വിശ്വാസവും. അവർക്കൊക്കെ ഭയങ്കര വിശ്വാസമുണ്ട്. അങ്ങനെ അല്ല, എല്ലാവർക്കും വിശ്വാസം കൊടുത്തിട്ടുണ്ട്. ഈ റോമാലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തിരിക്കും. ദൈവം നൽകിയ വിശ്വാസം അപ്പോൾ എല്ലാവരിലും ഉണ്ടത്. അത് നമ്മൾ യൂസ് ചെയ്യണം. എല്ലാവർക്കും ഭയം വരും. പൗലൂസ് തന്നെ പറയുന്നു, പൗലൂസിനോട് ഒരിക്കൽ അപ്പോസ്തലനോട് വന്നിട്ട് പറയുന്നു, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. അതിൻ്റെ അർത്ഥം ഭയപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് പോൾ നിന്നത്. കൂടാതെ അപ്പോസ്തലപ്രവൃത്തി 27-28 വലിയൊരു കപ്പൽ അപകടത്തിൻ്റെ കാര്യം പറയുമ്പോൾ മരിച്ചുവെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കും പേടിയും ആശങ്കയും എല്ലാം ഈ പത്രോസിനും ഈ പറയുന്നവർക്കൊക്കെ ഉണ്ടായി. അവർ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരാണ് അവരൊക്കെ. അപ്പോൾ അവിടെ അവരൊന്ന് തീരുമാനിച്ചു, ഐ വിൽ നോട്ട് ഫിയർ. വിശ്വാസം നമ്മുടെ ചോയ്സാണ്. അതെ, വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇതിരിപ്പുണ്ട്. അവിടെ നമ്മൾ തോമസുഡോർ പറഞ്ഞ പോലെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ കാര്യം. ഈ കാര്യത്തിൽ നമ്മൾ ഇല്ല, എനിക്കൊന്നും സംഭവിക്കത്തില്ല, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, ഞാൻ ഏത് ചൂസ് ചെയ്യുന്നോ അതുപോലെ തന്നെ ആയിരിക്കും നടക്കുന്നത്. ഇപ്പോൾ റജി ബ്രദർ പറഞ്ഞ ആ വചനം, ഞാൻ ഭയപ്പെടത്തില്ല, കർത്താവ് എനിക്ക് തുണ, ഞാൻ ഭയപ്പെടത്തില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ചിലർ തീരുമാനിക്കണം, ഭയപ്പെടത്തില്ല. പേടി വരുന്നുണ്ട്, വിഷയം എങ്ങനെ ആവുമെന്ന് അറിയില്ല, ചിലപ്പം ജപ്തി നടക്കുമോ, അല്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടുമോ, അല്ലെങ്കിൽ ഈ രോഗം വലിയൊരു വിഷയമായി തീരുമോ. പേടിക്കാനാണെങ്കിൽ നിരവധി സാഹചര്യമാണ്. പക്ഷേ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വാഗൊണ്ട് പറഞ്ഞേ, ഞാൻ പേടിക്കത്തില്ലെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ പിശാചും പ്രശ്നമൊക്കെ ഓടാൻ തുടങ്ങും. തീർച്ചയായിട്ടും ആ ഡിസിഷൻ നമ്മുടെയാണ്. നമ്മളത് തീരുമാനിച്ചാൽ എത്ര വലിയ പ്രതികൂലമാണെങ്കിലും എത്ര വലിയ സാഹചര്യമാണെങ്കിലും അത് മുട്ടുമടക്കുക തന്നെ ചെയ്യും. ഒന്നും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. ഏത് വിഷയമാണെങ്കിലും ഇന്ന് വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും. ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരു വാക്യം വളരെ എല്ലാവർക്കും അറിയാവുന്ന, വിശ്വാസത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു വചനമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. എബ്രായർ 11:1. ആശിക്കുന്നതിൻ്റെ ഉറപ്പുറപ്പ്. അപ്പം വിശ്വാസം എന്ന് പറഞ്ഞത് ഒരുറപ്പാണ്. എന്തോത്തിൻ്റെ ഉറപ്പാണ്? ഞാൻ ആശിക്കുന്ന കാര്യം എനിക്ക് നടക്കും എന്നതിൻ്റെ ഉറപ്പാണ്. അപ്പം മുമ്പേ റജി ബ്രദർ ഓർപ്പിച്ചു, ഭയവും വിശ്വാസവും. ഭയമെന്ന് പറഞ്ഞത് എനിക്കെന്തോ കുഴപ്പം വരുമെന്നുള്ളൊരു ചിന്തയാണ്. അതെ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ കുഴപ്പത്തിലാവും, ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റത്തില്ലായിരിക്കും, ഞാൻ ഒരു വിശ്വാസിയായിട്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ എനിക്കൊന്നും ശരിയായൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഒക്കത്തില്ലായിരിക്കും. ഇതെല്ലാം നെഗറ്റിവിസമാണ്, ഭയമാണ്. എന്നാൽ വിശ്വാസമെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെക്കുക, കർത്താവിൻ്റെ കയ്യെ പിടിച്ചോളും, ഞാനൊരു നല്ല വിശ്വാസിയാവും, എനിക്ക് നല്ല സാക്ഷ്യപ്പെടുത്താൻ പറ്റും, ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ എൻ്റെ ശുശ്രൂഷ നന്നാവും, എൻ്റെ കയ്യാൽ രോഗികൾ സൗഖ്യമാവും. പോസിറ്റീവായിട്ടുള്ള കർത്താവിൽ ആശ്രയിച്ചിട്ടുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് ഫെയ്ത്ത്. എൻ്റെ വിൽ പവറൊന്നുമല്ല, ഞാൻ പോയാൽ എന്തെങ്കിലും നടക്കും, അത് വിശ്വാസമല്ല, അത് ആത്മവിശ്വാസമാണ്. എന്നാൽ യേശു എനിക്കുള്ളത് കൊണ്ട്, വാഗ്ദത്തം മാറാത്തതുകൊണ്ട് എൻ്റെ ഭവനത്തിൻ്റെ കാര്യം ഓക്കെ ആവും, എൻ്റെ കുഞ്ഞുങ്ങളെ നടത്തും, ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കും, ഞാൻ നല്ല ശുശ്രൂഷ ചെയ്യും. അതാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. നമ്മളെപ്പോഴും ആശിക്കുന്നത് നല്ല കാര്യങ്ങളാണ്, നമ്മളാരും ചീത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കും എന്നുറയ്ക്കുന്നതാണ് വിശ്വാസം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഈ വിശ്വാസത്തെക്കുറിച്ച് പറയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഹോളി സ്പിരിറ്റ് പറയുകയാണ്, വളരെ ഭയത്തോടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന നാട്ടിൽ ഇനി അധികം ദിവസം നിൽക്കത്തില്ല എന്ന നിലയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കുടുംബം നമ്മളെ കണ്ടുകൊണ്ടിരിക്കും. ഇത് തന്നെ കർത്താവ് ഈ സമയത്ത് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. യെസ്, നിങ്ങളുടെ വീട് വിട്ട് ഓടിപ്പോകുന്ന നിലയിൽ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ ഒന്നിച്ച് ക്രിയ ചെയ്ത് പറയട്ടെ, നിങ്ങൾ പോകത്തില്ലെന്ന് മാത്രമല്ല, എവിടെ തകർന്നു അവിടെ തന്നെ കർത്താവ്. ആ കാര്യം പറയുമ്പം കർത്താവ് എന്നെ ഒരു ബോട്ടാണ് കാണിക്കുന്നത്. ഒരു ബോട്ട് എന്നെ കാണിക്കുക, ഏതോ ഒരു ബോട്ടിൻ്റെ, ഒരു ഫിഷിംഗ് ബോട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അതുപോലെ ഒരു ബോട്ടാണ് എന്നെ കാണിക്കുന്നത്. ഒരു ബോട്ടിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബം സ്ഥലം വിട്ട്, ഇത് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്ഥലം വിട്ട്
പോയാലോ എന്ന് വിചാരിക്കുന്ന നിരാശയോടെ ഇരിക്കുന്ന ഒരു കുടുംബം, നിങ്ങൾ തകരത്തില്ല. ഞങ്ങൾക്ക് ഇന്ന് പറയാനുള്ള ഗുഡ് ന്യൂസ്, തകരത്തില്ല. വിശ്വസിച്ചാൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പ്രശ്നത്തെ മുക്കിക്കളയും. അത്ഭുതം നടക്കും നിങ്ങളുടെ ജീവിതം. ഇപ്പം റജി ബ്രദർ ആത്മാവിൽ കണ്ടതുപോലെ ചിലപ്പം നിങ്ങളൊരു ബോട്ടിൻ്റെ പ്രശ്നത്തിലായിരിക്കും. എൻ്റെ ഉള്ളിലേക്ക് വന്നത് അങ്ങനെ റജി ബ്രദർ സ്പെസിഫിക് ആയിട്ട് ഒരു ബോട്ട് അല്ലേ, ഒരു ബോട്ടിൻ്റെ വിഷയത്തിൽ ഒരു ബോട്ട് എന്നെ കർത്താവ് കാണിച്ചു. ഒരു ബോട്ടിൻ്റെ വിഷയത്തിൽ ആ സ്ഥലം വിട്ടു പോയാലോ എന്ന് പോലും വിചാരിച്ചു. എൻ്റെ ഉള്ളിൽ കർത്താവ് കാണിച്ചത് ആ ഒരു സ്പെസിഫിക് അല്ല, അതേ വിഷയത്തിൽ പലരും ഒരു പക്ഷേ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ഇനി ഈ നാട്ടിൽ നിൽക്കാൻ ഒക്കത്തില്ല. പക്ഷെ അവിടെ ഉടനെ നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും, ഇപ്പോൾ തോമസ് കുട്ടി ബ്രദറും റജി ബ്രദറും ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കാമായിരുന്നെങ്കിൽ വിടുതലായതിന്. യെസ്, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലാവും. നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നു. നിങ്ങൾ വാഗൊണ്ട് പറയണം, ഞാൻ ഈ നാട് വിട്ടു പോകേണ്ടി വരത്തില്ല അല്ലേ. വിശ്വാസത്തിനൊരു പ്രഖ്യാപനമുണ്ട്. വിശ്വാസം വെറുതെ ഹൃദയത്തിൽ മാത്രം ഇരിക്കുന്നില്ല, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയുക. നമ്മൾ രക്ഷിക്കപ്പെടാൻ, സ്വർഗത്തിൽ പോകാൻ തന്നെ നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചു, യേശു എൻ്റെ കർത്താവാണ്, എനിക്ക് നിത്യജീവൻ കിട്ടും എന്ന് ഏറ്റു പറയുന്നത് പോലെ വിശ്വാസത്തിന് ഒരു ഏറ്റുപറച്ചിലുണ്ട്. ദർ ഇസ് എ കൺഫെഷൻ വെൻ യു ബിലീവ്. അവിശ്വാസത്തിനും ഒരു പറച്ചിലുണ്ട്, ഇല്ലേ? ഭയം വരുമ്പോൾ നമ്മൾ ഓരോന്നൊക്കെ പോലെ അയ്യോ എന്ത് ചെയ്യും, അയ്യോ എന്ന് ബഹളം വെക്കാൻ തുടങ്ങും. ഭയം വരുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ വിശ്വാസത്തിന് തകരത്തില്ല, നടക്കും. ഞങ്ങളീ പറയുന്നുണ്ടല്ലോ, അനുഭവത്തിൽ നിന്നും കൂടെ. ബൈബിൾ സ്കൂളിൽ പഠിച്ച കുറേ കാര്യങ്ങൾ പറയല്ല. നിങ്ങൾ ആ പ്രതിസന്ധിക്കകത്തിരുന്നുകൊണ്ട് ഇനി ഒന്നും തോന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞേ, ഞങ്ങൾ നാട് വിട്ടു പോകേണ്ടി വരത്തില്ല. അതാണ് എബ്രായ ലേഖനം 11 അല്ലേ? തീർച്ചയായിട്ടും. ഈ ഇതുപോലെ തന്നെ പ്രതിസന്ധികളിൽ നിന്നവർ കർത്താവിൽ ആശ്രയിച്ച് വിശ്വാസം പറഞ്ഞതിൻ്റെ ഒരു ചരിത്രമാണ് ഹീബ്രൂസ് 11. നിങ്ങൾ ഒരുപക്ഷെ ഈ പ്രസംഗമൊക്കെ ഇങ്ങനെ കേട്ടാനോ ബൈബിൾ നോക്കാനോ ഒന്നും ഒരു മനസാന്നിധ്യം ഇല്ലാതെ പ്രശ്നത്തിലിരിക്കുന്നവരാണെങ്കിൽ ഇന്നത്തേക്ക് ആ ബൈബിളൊന്ന് എടുക്കണം. എബ്രായർ 11 വിശ്വാസത്തെക്കുറിച്ചുള്ളൊരു അധ്യായമാണ്. അതിനകത്ത് മുഴുവൻ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. അസാധ്യമായ കാര്യങ്ങൾ, സാധിച്ച കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന മുഴുവൻ. നമുക്കത് ചില ഭാഗങ്ങളൊന്ന് വായിക്കാം. ദോസഡറെ അതിൻ്റെ അടുത്ത വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത നിശ്ചയമാകുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർക്കാണ് സാക്ഷ്യം കിട്ടിയത്. 2 പൂർവന്മാർക്ക് കിട്ടിയെങ്കിൽ നമുക്കും കിട്ടും. അതിന്റെ ഏറ്റവും വലിയ ധൈര്യം, അവർക്ക് കിട്ടിയെങ്കിൽ എനിക്കും അതുണ്ട്. അതിനാലുള്ള പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അടുത്ത് പറയാണ്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരും. പെട്ടെന്ന് ഈ മലയാളം ബൈബിള് വായിക്കുമ്പം ഈ വാചകങ്ങൾ ഇങ്ങനെ നീട്ടി എഴുതിയിരിക്കുന്നുണ്ട്, ചിലപ്പം മനസ്സിലാകാതെ വരും. ഇത്രയേ ഉള്ളൂ, ഈ സീൻ വേൾഡ് അൺസീൻ വേൾഡിൽ നിന്നാണ് വന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കാണുന്ന ലോകം കാണാത്ത ലോകത്ത് നിന്നാണ് വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കാണുന്ന ലോകത്ത്, അതെ, നമ്മുടെ ചലഞ്ചസ് എല്ലാം കാണുന്ന ലോകത്ത്, പക്ഷെ നമ്മുടെ വിടുതൽ അദൃശ്യ ലോകത്ത്. അപ്പം ഈ കാണുന്ന ലോകം ഇങ്ങനെയാണെങ്കിൽ കാണാത്ത ലോകം ഇതിനേക്കാൾ എത്രയോ വലുതായിരിക്കും. അതാണ് കാണുന്നത് താൽക്കാലികം, കാണാത്തോ നിത്യമെന്ന് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്. അപ്പം ഈ ദൈവം വചനത്താലാണല്ലോ ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ഈ കാണുന്നത് സൃഷ്ടിക്കപ്പെട്ടു. അപ്പം എൻ്റെ വചന ആത്മാവ് ജീവനുമാണെന്ന് യേശു പറഞ്ഞു. വചനം സ്പിരിറ്റാണ്, വചനം പവർഫുള്ളാണ്, വചനത്തെ കാണാൻ മേല. പക്ഷെ ആ വാക്ക് എന്ത് ചെയ്തു? കാണുന്ന ഈ ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പോൾ ഏതാ വലുത്? കാണാത്ത ലോകത്തിലെ വചനങ്ങളാണ് വലുത്. തീർച്ചയായിട്ടും ആ ദൈവ വചനത്തിൽ ആശ്രയിച്ചപ്പോൾ കാണുന്ന ലോകത്തിലേക്ക് അത്ഭുതം വന്നു. മുമ്പേ പറഞ്ഞ പോലെ നാട് വിട്ടു പോകുന്ന പോലെ ഒരു പ്രശ്നത്തിലായിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് കാണാത്ത ലോകത്തിലെ ശക്തിയെ നിങ്ങൾ അയക്കാൻ പോവുക. ഏത് ദൈവദാസം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ്, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. നമ്മളിപ്പോൾ ഓർക്കുക, നമ്മുടെ പ്രശ്നം നമ്മളെ അങ്ങ് വിഴുങ്ങിക്കളയുന്നു. വിഴുങ്ങത്തൊന്നുമില്ല, അതിനെ നിങ്ങൾ വിഴുങ്ങാൻ പോവുകയാണ്. ആ പ്രശ്നം നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് പ്രശ്നത്തോട് സംസാരിക്കാൻ പറ്റും. അതാ ഇവിടെ കാണുന്ന പൂർവന്മാർക്ക് ലഭിച്ച സാക്ഷികൾ. നമുക്ക് താഴോട്ടൊന്ന് വായിക്കാം. ദോസഡറെ എബ്രായർ 11:27 മുതൽ നമ്മൾ വായിക്കുമ്പം, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോകുന്നു. മോശയെക്കുറിച്ചാണ് പറയുന്നത്. അതെ അല്ലേ? എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യം മുഴുവൻ എതിരെ നിൽക്കുക. അതാ ഒരു രാജ്യത്തിൻ്റെ ഒരു കിങ്ഡം മുഴുവൻ, ഒരു മഹാരാജാവ് എതിരായിട്ട് നിൽക്കുക. അതെ, അന്നത്തെ ഏറ്റവും വലിയ
പവർഫുൾ രാജാവ്. ഈ ജനങ്ങളാണെങ്കിൽ അവരുടെ കയ്യിൽ ഒന്നുമില്ല, അതെ, വാളില്ല, വടിയില്ല, യുദ്ധമൊന്നുമില്ല. അപ്പം അതുപോലെ ഒരു പക്ഷെ ഞങ്ങളെ കേൾക്കുന്നവർ കാണും. നിങ്ങളേറ്റവും വീക്കും നിങ്ങളെ എതിർക്കുന്ന ആരോ ഭയങ്കര സ്ട്രോങ്ങും ആയിരിക്കും. അവിടെ നമ്മൾ പേടിച്ചു പോകും സാഹചര്യം കണ്ട്. ഇവിടെ ഭയങ്കര ഒരു സ്ട്രോങ് ഒരു സൈന്യം, ഒരു രാജ്യം, കിങ്ഡം നിൽക്കുക. ബലഹീനരായ അടിമകളായ കുറച്ച് പാവപ്പെട്ട മനുഷ്യരും. അവിടെ വല്ലതും നടക്കുമോ? അവിടെയും വചനം കൊണ്ടുവരാം. അതാണ് ഫെയ്ത്ത്. അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഒന്ന് വായിച്ചു. വിശ്വാസത്തിൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ, അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ നാട് വിട്ട് പോകാൻ പോവാണ്. അസാധ്യമായ കാര്യങ്ങൾ ഈ പറയുന്നത് നടക്കത്തില്ല, നിങ്ങളെ വിടത്തില്ലെന്ന് ഫറവൻ പറഞ്ഞിരിക്കുക. ഒരിക്കലും അടിമത്തത്തിൽ നിന്ന് ഈ ജനത്തെ വിടത്തില്ല എന്ന് അന്നത്തെ ഏറ്റവും വലിയ കിങ്ഡത്തിലെ ഏറ്റവും വലിയ കിങ് പറഞ്ഞിരിക്കുക. പക്ഷേ കർത്താവ് പറയാണ്, ഞാൻ സിമ്പിൾ കാര്യത്തിലൂടെ വിടുവിക്കാൻ പോവുക. നിങ്ങളൊരു ആടിനെ ഇറക്കണം, അതിൻ്റെ രക്തമെടുത്ത് കട്ടിളക്കാലും കുറുമ്പടിമേലും പുരട്ടണം. അതാണ് പെസഹ. ആ പെസഹ എന്ന് പറയുന്നത് തന്നെ ഒരു കടന്നുപോക്ക. അത് നിങ്ങൾ ചെയ്യുമ്പോൾ അന്ന് ഒരു മിറക്കിൾ നടക്കും. നമുക്ക് ഈ ലോകത്തിന് മണ്ടത്തരമാണെന്നൊക്കെ തോന്നുന്ന ചെറിയ കാര്യങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കും. അതെ അതെ അല്ലേ. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. മതി. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ സൂപ്പർ നാച്ചുറലായിട്ടുള്ള ദൈവപ്രവർത്തികൾ നടക്കുക. സ്തോത്രം. വിശ്വാസികൾ ചുറ്റി നടന്നപ്പോൾ മതിലിടിഞ്ഞ് വഴി തുറക്കുക. അവരങ്ങോട്ട് ചെന്നപ്പോൾ ചെങ്കടലുണ്ടാകുക. ഇന്നും ഇതൊക്കെ നടക്കും. തോമസ് പറയാം, ഇതുപോലെ എത്രയോ അത്ഭുതങ്ങൾ ഓരോ ദിവസവും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ കോഴഞ്ചേരിയിലെ ബിനു ബ്രദർ, അവർ സെപ്പറേറ്റഡ് ആയി, അവർ 2 വീടുകളിൽ പിരിഞ്ഞ് ജീവിക്കുന്ന സമയത്ത് ബിനു ബ്രദർ ആദ്യമായിട്ടൊരു മീറ്റിങ്ങിൽ വരുന്നത്. ആദ്യമായിട്ട് മീറ്റിങ്ങിൽ വന്ന് താൻ ഹൃദയത്തിൽ ഒത്തിരി ഭാരത്തോടെയാണ്. തനിക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്, തൻ്റെ കൂടെയാണ് കൊച്ചു കുഞ്ഞ്, 1 വയസ്സുള്ള കൊച്ചു മോള് തൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ആകെ താൻ ഫ്രസ്ട്രേറ്റഡ് ആയി ഒരു മീറ്റിങ്ങിൽ ആദ്യമായിട്ട് കടന്നു വരുമ്പം അന്ന് സഹോദരന്മാർ പറയുക, കർത്താവ് ഒരിക്കലും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല, പിരിഞ്ഞു നിൽക്കുന്ന കുടുംബത്തെ ദൈവം യോജിപ്പിക്കുന്നു. ഈ വചനം അവിടെ മീറ്റിങ്ങിൽ അവിടെ വിളിച്ചു പറയാം, പിരിഞ്ഞു നിൽക്കുന്ന കുടുംബത്തെ ദൈവം യോജിപ്പിക്കുന്നു. താൻ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പം തൻ്റെ ഭാര്യ വീട്ടിൽ മടങ്ങി വന്നിട്ടുണ്ട്. അന്ന് തന്നെ സെയിം ഡേ. ഏതാണ്ട് ഒരു 3 മാസമായിട്ട് അവർ പിരിഞ്ഞ് ജീവിക്കുമായിരുന്നു. അതിനുശേഷം അന്ന് തന്നെ ആ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പം ഇന്നും അത്ഭുതങ്ങൾ നടക്കും. ഈ പലരും പറയുന്നൊരു കാര്യം എന്നാണല്ലോ, ഇനി എന്തിനാ ബ്രദറെ ഒരു ആശയൊക്കെ വെക്കാൻ പോകുന്നത്, എല്ലാം തകർന്നു, ഇനി ആശിച്ചിട്ടൊരു ഇത് വരണ്ട. അവർക്കൊരു വിടുതലുണ്ടെന്ന് ഒരിക്കലും അവർ വിശ്വസിക്കുന്നില്ല. തോമസ് പറയാം, അക്കരയ്ക്ക് പോകുന്ന ആ പടകിൽ കാറ്റടിച്ചപ്പം ഒരു സൈഡിൽ യേശു പീസ്ഫുൾ ആയിട്ട് അതേ പടകിൽ തന്നെ, അതേ കടലും അതേ കാറ്റുമുള്ള പടകിൽ തന്നെ കർത്താവ് ഉറങ്ങുന്നുണ്ട്. ശിഷ്യന്മാർ കാറ്റിനെ നോക്കിയപ്പോൾ അവർ ഭയപ്പെട്ടു. കർത്താവിലോട്ട് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ല. ഈ ആ പടകിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നേ, ഉയരത്തിൽ നിന്ന് ജനിച്ചവൻ ഈ ഭൂമിയിലെ ഒന്നും കണ്ട് അദ്ദേഹത്തിന് പേടിയില്ല. പക്ഷെ ഭൂമിയിൽ നിന്ന് ജനിച്ച 12 പേരേറുണ്ട്. അവർക്ക് ഭൂമിയിലെ കാറ്റൊക്കെ കണ്ടപ്പോൾ ആകെ പേടിച്ചു. പക്ഷെ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുക. ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടായി. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അതേ പത്രോസ് ആ പള്ളത്തിൽ കിടന്ന് അയ്യോ എന്ന് വിളിച്ച പത്രോസ്, ഗുരോ ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പോൾ അയ്യോ കർത്താവേ എന്ന് വിളിക്കുന്നൊരു പ്രാർത്ഥനയുടെ ഒരു ലെവലുണ്ട്. പക്ഷെ അതേ പത്രോസ് ആ ജയിലിൽ പിടിച്ചിട്ടപ്പം അയ്യോ എന്ന് വിളിക്കുന്നില്ല, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഒന്ന് ഓർക്കണം, 16 പടയാളികളുടെ നടുവിൽ അകത്തൊരു കാവൽ, അതിനുശേഷം ജയിലിൻ്റെ വാതിൽ, അതിനുശേഷം പട്ടണത്തിലേക്കുള്ള വാതിൽ, ഇതെല്ലാം അടഞ്ഞു കിടക്കുക. പിറ്റേന്ന് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുക. അവിടെയും സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്തിൽ അതേ റജിബ്രദർ പറഞ്ഞ പോലെ പടകിൽ അയ്യോ എന്ന് വിളിച്ച ആളിപ്പാണ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. അതാണ് വിശ്വാസം. ഏറ്റവും രസകരമായൊരു ഭാവം കൂടെ അവിടെ ഉണ്ട്. അന്ന് ഈ പത്രോസിനെ ജയിലിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി സഭ മുഴുവൻ പ്രാർത്ഥിക്കുക. ആ സംഭവം അറിയാം. പക്ഷെ പത്രോസ് വിടുതലായി വെളിയിൽ വന്നപ്പം അവിടെ തട്ടിയപ്പോഴത്തേക്കിനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. നോക്കുക, അപ്പം ഒരു മുഴുരാത്രി പ്രാർത്ഥന ഒരു കൂട്ടർ പ്രാർത്ഥിച്ചല്ലോ, ഏതായാലും അത് നല്ല കാര്യം. അവർക്ക് ഇത് കിട്ടുമെന്നൊന്നും ഒരു വിശ്വാസമില്ല, മറുപടി വന്നിട്ട് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ പത്രോസിൻ്റെ മുഴുരാത്രി ഉറക്കത്തിന് അവരുടെ മുഴുരാത്രി പ്രാർത്ഥനയേക്കാൾ പവർ ഉണ്ടായിരുന്നു. അതാണ് വിശ്വാസം.
നമ്മൾ കിടന്ന് അയ്യോ പത്തോ വെക്കുന്ന നല്ല പ്രാർത്ഥന. ഞാനൊരു 5 തവണയും കൂടെ പ്രാർത്ഥിച്ചു, 10 ദൈവദാസന്മാരെയും കൂടെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഈ ടി വിയിലൊക്കെ പ്രയർ ടവറുകളും ഒത്തിരി ദൈവദാസന്മാരും ചിലരെന്നെ വിളിക്കുമ്പോൾ ചോദിക്കും, ഇപ്പോൾ എത്രാമത്തെ ആളെ വിളിക്കുന്നതെന്ന് ഞാൻ ഇന്ന ബ്രദറിനെ വിളിച്ചായിരുന്നു, ടി വി പ്രസംഗിക്കുന്ന ഇന്ന ബ്രദറിനെ വിളിച്ചു. അവർ പറയും അതേ ബ്രദറെ തോമസ് കുട്ടി ബ്രദറിനെയും കൂടെ ഒന്ന് വിളിക്കാമെന്ന് കൊണ്ട് വിളിച്ച്. ഞാൻ പറയാറുണ്ട്, എൻ്റെ പൊന്ന് സഹോദര സഹോദരി, 100 പേരെ വിളിച്ചുകൊണ്ടൊന്നും അല്ല, ഒരു ഉറപ്പ്, വിശ്വാസം. ഒന്നും നടക്കത്തില്ല, ഒന്ന് ഉറച്ച്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. ആ ജപ്തി നടക്കത്തില്ല. ആമേൻ. നിങ്ങളുടെ കുഞ്ഞ് നശിച്ചു പോകത്തില്ല. ഈ വാസ്തവത്തിൽ പലപ്പോഴും നമ്മൾ ഹിന്ദു എന്ന് പ്രാർത്ഥിക്കുന്നത് ആ കാര്യം നടക്കാൻ വേണ്ടിയല്ല, ഒരു കുഴപ്പമില്ല, നമ്മളുടെ സമാധാനത്തിന്. ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആൾക്കൊരു നമ്മൾ ഉറയ്ക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ലഭിക്കാൻ പോകുന്നതെന്നല്ല, ലഭിച്ചതുപോലെ വിശ്വസിച്ച്. അതുകൊണ്ടാണ് 10 കുഷ്ഠരോഗികളോട് കർത്താവ് പറഞ്ഞപ്പോൾ അവർക്ക് സൗഖ്യമൊന്നും വന്നില്ല. നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കുക, ടേക്ക് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ വിശ്വസിച്ച പോലെ ഒന്ന് കാണിച്ച്. അതെ, നിങ്ങൾക്ക് രോഗം മാറുമെന്ന് ഉറപ്പാണെങ്കിൽ ആ പുരോഹിതനെ കൊണ്ടൊന്ന് കാണിച്ച്. രോഗം മാറിയവർ വേണം പുരോഹിതനെ കാണിക്കാൻ. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, ഞങ്ങൾ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ വിശ്വാസത്തെ, നമ്മുടെ പ്രാർത്ഥന ഒരു ചടങ്ങാകരുത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഈ മറ്റ് ആൾക്കാർ ദൈവവചനം അറിയാത്തവർ ചെയ്യുന്ന പോലെ പല പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അതിഭാഷണത്താൽ പലതവണ പറയുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് ചിലവരിക്കണം. അല്ല, ഒറ്റത്തവണ പറഞ്ഞാൽ മതി. എന്നിട്ടത് വിശ്വസിക്കണം, ഈ കാര്യം നടക്കും. ഇവിടെ അത്ഭുതം നടക്കാൻ പോവാം. ഞങ്ങളിപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു വലിയ പ്രവൃത്തി ആരിലൊക്കെയോ ചെയ്യുക. വാ കൊണ്ടൊന്ന് വിളിച്ചു പറഞ്ഞ്, ഞാൻ പേടിക്കയില്ല, ഞാൻ പേടിക്കയില്ല, ഈ കാര്യം യേശു ചെയ്യും, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം യേശു ചെയ്യും, എൻ്റെ ശുശ്രൂഷയിൽ അത്ഭുതം നടക്കും, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ദൈവപ്രവൃത്തി ഞാൻ കാണും, എൻ്റെ വിശ്വാസ ജീവിതം ഒരു അനുഗ്രഹമായിരിക്കും. ഒന്ന് പറഞ്ഞേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. രോഗികളിപ്പോൾ സൗഖ്യമാവും. എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല, കത്തി വെക്കേണ്ടി വരത്തില്ല. എന്താണോ നിങ്ങൾ ഭയപ്പെടുന്നത് അതിനെതിരെ സംസാരിക്കുക. അതാണ് വിശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, സ്തുതിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങളെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ച കർത്താവെ, ആ ഓരോ വചനവും ഓരോ ഹൃദയങ്ങളിലും അത് ക്രിയ ചെയ്യട്ടെ. വിശ്വാസത്തിൻ്റെ ആത്മാവ് കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും വീഴട്ടെ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ കടഭാരങ്ങളും മാറട്ടെ, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മാറട്ടെ, എല്ലാ നിരാശകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വീടുകളെ കർത്താവ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ കർത്താവ് അയക്കണം. വഴികളെ കർത്താവ് തുറക്കണമേ. അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രത്യേകം കാണിക്കുന്നത് ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാൽ എന്ന് പറഞ്ഞാൽ ശ്വാസം നിന്നു പോകുന്ന പോലത്തെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന ചിലർ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ ഭാഗത്ത് കൈവച്ച് വർഷങ്ങളായി കാണും. ഇതെങ്ങനെ സൗഖ്യമാകുന്നതെന്ന് ചിന്തിക്കും. സൗഖ്യമാകും. അതുപോലെ ഡയബറ്റീസിന് കൂട്ട സൗഖ്യങ്ങൾ നടക്കും. ഡയബറ്റീസ് എങ്ങനെ സൗഖ്യമാകും? ആകും. ബ്ലഡ് കൗണ്ട് നോർമലാകും. എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴഞ്ചേരിയിൽ റജി ബ്രദർ ശുശ്രൂഷിക്കുന്ന കോഴഞ്ചേരിയിൽ ഡയബറ്റീസ് സൗഖ്യമായ വർഷങ്ങളോളം ഉണ്ടായിരുന്ന നിരവധി കേസുകൾ, 300-ന് മുകളിൽ 400-ന് മുകളിലൊക്കെ ഉണ്ടായിരുന്ന സൗഖ്യമായ നിരവധി കേസുകൾ. കോഴഞ്ചേരി ചെല്ലുമ്പോൾ ഒക്കെ അവരെന്നെ കണ്ട് സാക്ഷ്യം പറയാറുണ്ട്. കോട്ടയത്തുമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. സൗഖ്യമാവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആ ഡയബറ്റീസ് വിട്ടുമാറട്ടെ, കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ, ആ ജപ്തി നടപടിയുടെ മേൽ അത്ഭുതകരമായ വഴികൾ തുറക്കപ്പെടട്ടെ, കടബാധ്യതയുടെ വഴികൾ തുറക്കപ്പെടട്ടെ. കർത്താവെ, അവിടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി സ്വന്തം നാട് വിട്ടുപോകാൻ ചിന്തിക്കുന്ന നിലയിലുള്ള പ്രതിസന്ധികൾ അവരാ നാട് വിട്ടു പോകത്തില്ലെന്ന് മാത്രമല്ല, ആ സ്ഥാനത്ത് തന്നെ അവർ ഉയർച്ച പ്രാപിക്കട്ടെ. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കും. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് വലിയ മിറക്കിൾ എവിടെയൊക്കെയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ കർത്താവ് ഉപയോഗിക്കുന്നത്. പേടിക്കരുത്, ഭയത്തിൻ്റെ വാക്ക് പറയരുത്. ഞാൻ വിടുതൽ കാണും എന്ന് വിശ്വാസത്താൽ പറയുക, എക്സ്പെക്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ കണ്ണാൽ കാണാൻ പോവാണ്. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വീണ്ടും കാണാം.